എല്ലാവർക്കും നമസ്കാരം. ഈ സൈൻസ് ഡോസ് ഇല്ലാതെ എഫക്റ്റ് ഇല്ല വലിയൊരു കാരണമാണ്. അമ്മ എന്ന സംഘടന തങ്ങളുടെ അംഗങ്ങൾക്ക് പെൻഷൻ കൊടുക്കുവാനും മറ്റ് ഫണ്ട് റേസിംഗിനൊക്കെയായി ആലോചന നടത്തിയപ്പോൾ ദിലീപ് ആ പ്രോജക്റ്റ് ഏറ്റെടുത്തു. നമുക്ക് ഏവർക്കും അറിയാം, അന്ന് വരെ മലയാള സിനിമ ദർശിക്കാത്ത ഒരു ഹിറ്റായി മാറിയ 2028. മറ്റൊരു നിമിത്തമാണ് ഇന്നിവിടെ നടന്നത്. മലയാള തിയേറ്റർ വ്യവസായ രംഗത്തെ പ്രമുഖരായിട്ടുള്ള സംഘടന പിച്ച് വെച്ച് നടന്നു ജയിക്കവർ എന്ന് പറഞ്ഞു. 7 വയസ്സിൽ തന്നെ പണി തുടങ്ങി. അത് വിതരണമാണ്, നിസ്സാരകാര്യമല്ല. 7 വയസ്സിൽ തുടങ്ങിയത്. അത് ദിലീപിന്റെ ചിത്രം വെച്ച് കൊണ്ടായതുകൊണ്ട് മറ്റൊരു നിമിത്തമായി അത് മാറും, അത് വൻ വിജയമാകട്ടെ എന്നാണ് ആദ്യ ആശംസ. ഈ പവി എന്ന സിനിമ ചേമ്പറിൽ വരുമ്പോൾ ഞാൻ ഈ പ്രോജക്റ്റൊക്കെ നോക്കി വന്നപ്പോഴാണ് ചില പ്രോജക്റ്റ് സത്യസന്ധമായി പറയുകയാണ്, ചില പ്രോജക്റ്റ് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ എന്തോ ഒരു വെളിച്ചം, ഒരു പോസിറ്റീവ് ആണ്. രാവിലെ നമ്മൾ നന്നായിട്ടൊക്കെ ഒരുങ്ങി നമ്മൾ ഭയങ്കര സ്മാർട്ടാണെന്നൊക്കെ നമ്മൾ സ്വയം ധരിക്കുക. അത് ഈഗോ ആണ്. പക്ഷേ സൈക്കോളജിക്കൽ അത് ഈഗോ ആണ്. എന്നിട്ട് നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഒരാൾ പറയുക, ഇതെന്താ ഡ്രസ്സ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ചിലപ്പോൾ കൊള്ളമായിരിക്കും. മറ്റൊരു ലക്ഷ്യത്തോട് വാരിക്കാൻ പറയുക. നമ്മൾ ഒരു കാര്യം കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് അടിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പോസിറ്റീവ് എനർജി ഉണ്ട് എങ്കിൽ അവിടെ ഐശ്വര്യമുണ്ട് എന്നാണ് അർത്ഥം. ഈ പരാജയത്തിന്റെ അവകാശം ആരും ഏറ്റെടുക്കാറില്ല. പരാജയം എന്നും അനാഥനം. ഒരു പരാജയപ്പെട്ട സിനിമ എടുത്ത പ്രൊഡ്യൂസറെ പോലും വീട്ടുകാരെ പോലും മൈൻഡ് ചെയ്യാറില്ല. സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ചാർച്ചക്കാരൊക്കെ ഒരു പടം വിജയിച്ചാൽ വിജയത്തിന് വഴിയെ പോകുന്ന ഒരു മൊത്തം അവകാശമുണ്ട്. വിജയത്തിന്റെ അവകാശികൾ എന്ന് പറഞ്ഞാൽ മുട്ടിയിട്ട് നടക്കാൻ പറ്റും. ഞാൻ അന്നേ പറഞ്ഞില്ല പടം വിജയിക്കുന്നു, ഞാൻ അന്നേ പറഞ്ഞില്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന്റെ അവകാശം എവിടെയെങ്കിലും കണ്ടെടുക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് പരാജയം എന്നും അനാഥനാണ്, വിജയം എന്നും സനാതനാണ്. ഇവിടെ ഈ പവി എന്ന സിനിമയുടെ കേട്ടേക്കുന്ന സിനിമയുടെ പോസ്റ്റർ കണ്ടപ്പോൾ മറ്റൊരു പട്ടി സിഐഡി മൂസ ഷൂട്ട് ചെയ്ത അതേ ഫ്ലാറ്റിൽ വെച്ചാണ് ഇത് ചെയ്തു എന്നാണ് എന്റെ അറിവ്. ശരിയാണ്? അതെ, ഞാൻ പറഞ്ഞ കേസാണ്. അതിന്റെ അർത്ഥം മറ്റൊരു നിമിത്തമാണ്. ഈ നിമിത്തങ്ങളെല്ലാം കൂടി ഏപ്രിൽ 26 ഫിയോക്കിന്റെ ആദ്യ സംരംഭം, ആദ്യ ഫസ്റ്റ് വെഞ്ചർ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിത്വം. ദിലീപിനെ ഞാൻ പറയാം, ദിലീപിന് എപ്പോഴും ഇടങ്ങുന്നത് തമാശ ക്യാരക്ടർ, തമാശയിലൂടെ കരയിക്കുക. ദിലീപിന്റെ ചിത്രങ്ങളിലൂടെ ഒരു ഡേറ്റ നമ്മൾ എടുത്താൽ, ഒരു ഫീഡ്ബാക്ക് എടുത്താൽ നമുക്ക് മനസ്സിലാവും വിജയ ചിത്രങ്ങളല്ല. ദിലീപിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത് ഒരു കോമഡി പ്ലസ് കഥ, അങ്ങനെ പോകുന്നതാണ്. ദിലീപിന്റെ എല്ലാ ചിത്രങ്ങളും അങ്ങനെ തന്നെയാണ്. വളരെ ഒന്നോരുടെ ചിത്രങ്ങൾ മാത്രമേ അല്ലാതെ വിജയ ചിത്രങ്ങളും ഞാനൊരു കളി നടത്തി പറയുകയാണ്. ഈ പടത്തിന് വേണ്ടത്ര ചേരുവ തമാശയ്ക്കുണ്ട്, എന്നാൽ സീരിയസ് ആണ് കാര്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടും ലക്ഷണമൊത്ത ഒരു ഹിറ്റായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ പടം സാധാരണ പറയും, ചിലരൊക്കെ ഞങ്ങളെ കാണുമ്പോൾ ചോദിക്കും, ഈ അടുത്ത നാളിലെ കോട്ടയത്ത് മാർക്കറ്റ് രാത്രി കയറിയപ്പോൾ ഒരാളുണ്ട്, ചെറിയ ആക്കുകാരനാണ്, പുള്ളി മൊത്തത്തിൽ എല്ലാവരും കുശുമ്പാണ്. ആ പുള്ളി എന്നോട് ചോദിച്ചു, ഇങ്ങനെയുണ്ട് ഒരു ഹിറ്റ് സിനിമ എടുത്തുകൂടെ? ഈ ഹിറ്റിന്റെ ഡെഫിനിഷൻ അറിയാമെങ്കിൽ ഹിറ്റ് എങ്ങനെ നിർമ്മിക്കുമെന്ന് പറയാമെങ്കിൽ നമ്മളെല്ലാവരും ഹിറ്റ് സിനിമ എടുക്കുന്നല്ലേ? എല്ലാവരും സിനിമ എടുക്കുന്ന ഹിറ്റാകാൻ ഹിറ്റിന് പ്രത്യേക കൂട്ടൊന്നുമില്ല. ഹിറ്റിന് ഒറ്റ അർത്ഥമുള്ളൂ. ഹിറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഹാപ്പനിങ്. അത് സംഭവിക്കുന്നതാണ്. ദിലീപിൽ നിന്നും ആഗ്രഹിക്കുന്ന തമാശ കലർന്ന കരയിക്കുന്ന ഈ ക്യാരക്ടർ. ദിലീപിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്നറിയാം കൊച്ചുകുട്ടികളാണ്. ഈ കൊച്ചുകുട്ടികൾ തിയേറ്ററിലേക്ക് പോകുമ്പോൾ അവരൊരിക്കലും ഒറ്റയ്ക്ക് പോകില്ല, മാതാപിതാക്കളാണ്.
സ്വാഭാവികമായിട്ടും സ്ത്രീകളായിരിക്കും, അമ്മമാരായിരിക്കും. അതുകൊണ്ട് ദിലീപിന്റെ ഫാൻ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് വളരെ വ്യക്തമായി പറയാൻ പറ്റും. ഞാൻ പല കാര്യങ്ങളിൽ പല സ്ഥലത്ത് ചെല്ലുമ്പോഴും കൊച്ചുകുട്ടികൾ പോലും എന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ദിലീപ് ചെറുപ്പം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കയറുന്ന ആളാണ്. ആ ദിലീപിനെ അവർ ഇഷ്ടപ്പെടുന്നത് തമാശക്കാരൻ കൂടിയാണ്. മുറുക്കാനുകളിൽ നിന്ന് മുറുക്കാൻ മാത്രമേ ആൾക്കാർ ഉദ്ദേശിക്കാറുള്ളൂ. അപ്പൊ ദിലീപിന്റെ അത്തരത്തിലുള്ള ഒരു ജോണറാണ് ഈ സിനിമ എന്ന് കാണുമ്പോൾ പല കോഴ്സുകൾ ഉള്ളതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഇത് ഫിയോക്ക് ഒരു മൈൽ സ്റ്റോണാകും. അതോടൊപ്പം ദിലീപിന്റെ ചില ചിത്രങ്ങൾ, ദിലീപിന്റെ കുഴപ്പം കൊണ്ടല്ല, ദിലീപിന്റെ ചില ചിത്രങ്ങളിൽ ചില പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നത് സത്യമാണ്. അതിനെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കവച്ചു വെച്ചുകൊണ്ട് വലിയൊരു കൊടുങ്കാറ്റായി പവിയുടെ ഈ സിനിമ ഏറ്റവും മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവരും നല്ലവരും അർപ്പിക്കുന്നു. ഇവിടെ പാടിയ പ്രാർത്ഥന ഗീതത്തിന്റെ ആരംഭം പറഞ്ഞതുപോലെ ലോക സമസ്ത സദനോ ഭഗവന്തു. Thank you, sir.